അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളെ 9th ക്വസ്റ്റ്യൻ. ഓക്കെ, 9th ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയാൽ നമ്മളെ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ലെസൺ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് 9th ക്വസ്റ്റ്യൻ അല്ലേ. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2 discs of moment of inertia I1 equal to 4 kg/m² and I2 equal to 2 kg/m² about their central axis and normal to their planes, rotating with angular speeds 10 radian per second and 4 radian per second respectively, are brought into contact face to face with their axis of rotation coincident. The loss in kinetic energy of the system in the process is. So initially നമ്മളതിൽ ഫസ്റ്റ് ഡിസ്ക് നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ ഫസ്റ്റ് ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I1 ആംഗുലാർ വെലോസിറ്റി ω1 എന്നാണെന്ന് വിചാരിക്കുക. സെക്കൻഡ് ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I2 ആണ്, ആംഗുലാർ വെലോസിറ്റി ω2 ആണ് അല്ലേ. നമ്മളോട് പറയുന്നത് എന്താണ്? ദേ ആർ ബ്രോട്ട് ഇൻ ടു കോണ്ടാക്ട് അല്ലേ. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നുണ്ട്? കൈനറ്റിക് എനർജി ലോസ് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ. ആ കൈനറ്റിക് എനർജി ലോസ് കാണാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. KE ലോസ് ഇസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഹാഫ് I1 I2 ഡിവൈഡഡ് ബൈ I1 പ്ലസ് I2 ഇൻറ്റു ω1 മൈനസ് ω2 ദ ഹോൾ സ്ക്വയർ ആണ്, ശരിയല്ലേ. ഇവിടേക്കൊന്ന് ക്ലിയർ ആയിട്ട് എഴുതാം. സോ ലോസ് ഓഫ് കൈനറ്റിക് എനർജി KE ലോസ് ഈക്വൽ ടു ഹാഫ് I1 I2 ഡിവൈഡഡ് ബൈ I1 പ്ലസ് I2 ഇൻറ്റു ω1 മൈനസ് ω2 ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഷോർട്ട് കട്ട് ഇക്വേഷൻ അല്ലേ. ഇതിൽ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഹാഫ് ഇൻറ്റു I1 എന്ന് പറയുന്നത് 4 ആണ്, I2 എന്ന് പറയുന്നത് 2 ആണ്. സോ 4 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 6 വരും ഇൻറ്റു ω1 എത്രയാണ്? ω1 10 ആണ്, ω2 4 ആണ്. അപ്പോൾ 10 മൈനസ് 4 സ്ക്വയർ. സി ഹിയർ. സോ ഇവിടെ നമുക്ക് ഹാഫ് ഇവിടെ ഈ 2 കട്ട് ചെയ്തു അല്ലേ. സോ 4/6 ഇൻറ്റു 6ൻ്റെ സ്ക്വയർ 36. സോ ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഈ 6 ഇവിടെ കട്ട് ചെയ്തു 6 വന്നു. 4 ഇൻറ്റു 6 എത്രയാണ്? 24 എന്ന് വന്നു. സോ ആൻസർ വരുന്നത് 24 ജൂൾ ആണ്. സോ കൈനറ്റിക് എനർജിയിലുള്ള ലോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ എത്രയാണ്? 24 ജൂൾ.